അപ്പോൾ മുമ്പ് നമ്മൾ കണ്ടപ്പോൾ എന്തൊക്കെയാണ് മെയിനായിട്ട് ഈ ഡൂം സ്ക്രോൾ ചെയ്ത് വാട്സപ്പ്, ഫേസ്ബുക്ക്, എന്തോ ആയിക്കോട്ടെ, സ്റ്റോറീസൊക്കെ കണ്ട് ആകെ സമയം കളഞ്ഞ് അങ്ങനത്തെ ഉള്ള ആ ഒരു സ്വഭാവം മൂലം നമുക്ക് ഉണ്ടാവുന്ന മെയിൻ കുറച്ച് എഫക്റ്റുകൾ ലൈക്ക് പെർഫറി മാത്രം റീഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഒരുപാടാവുക, പിന്നെ സോഷ്യലി ഭയങ്കര അറ്റാച്ച്ഡ് ആവേണ്ട നമ്മൾ ഡിറ്റാച്ച്ഡായി മാറിക്കൊണ്ട് പോകുന്ന ഒരു സ്വഭാവം, പിന്നെ അതുപോലെ ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ലാത്ത കംപ്ലീറ്റ്ലി ഡീസെൻസിറ്റൈസേഷൻ കാരണം കൊണ്ടുണ്ടാകുന്ന DMN കൊളാപ്സ് കാരണം കൊണ്ട് വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കുറേ ക്രിയേറ്റിവിറ്റി, നമ്മുടെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ക്രിയേറ്റിവിറ്റി ജസ്റ്റ് ലൈക്ക് ഒരു എക്സാമൊക്കെ കഴിഞ്ഞ് വരുന്ന ആ ഒരു അവസ്ഥ കുറച്ചൊന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് വെറുതെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ സിസ്റ്റം ടിങ് 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 ശബ്ദം കാരണം കൊണ്ട് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിക്കൊണ്ട് DMN അങ്ങനെ ആ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവേണ്ട. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരുപാട് നമുക്ക് ലൈക്ക് ചിന്തകളൊക്കെ നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ പോലും നോട്ടിഫിക്കേഷൻസ് കാരണം കൊണ്ട് ഗെറ്റിംഗ് അട്രാക്റ്റഡായി വേസ്റ്റായി പോകുന്ന നമ്മുടെ ആ ഒരു നേച്ചറും കാര്യങ്ങളും അതുപോലെ ബാക്കി കുറച്ച് ഡിഫക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. ഇന്ന് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മെഡിക്കലി മോർ അലൈൻഡ് ആയിട്ട് റിലേറ്റഡ് ആയിക്കൊണ്ട് എന്തൊക്കെയാണ് മെയിൻ നമ്മുടെ ബ്രെയിനിലും അതുപോലെ മറ്റു കാര്യങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാകുന്ന പോരായ്മകൾ ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് ഡൂം സ്ക്രോളിങ്. അതായത് നമ്മളെ ഈ ഇൻ്റലക്ച്വലി പൊണ്ണത്തടി ആക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കൊഗ്നീഷൻ അതിനെ സ്റ്റാഗ്നൻ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന ദിസ് ഡൂം സ്ക്രോളിങ് കാരണം കൊണ്ട് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യും. സോ ദിസ് ഈസ് ആദിൽ ഫ്രം GMC മഞ്ചേരി സെക്കൻഡ് ഇയർ MBBS and assalamu alaikum warahmatullahi wabarakatuh. We are going to just little bit dig a deeper. സോ ഫസ്റ്റ് ഈസ് ഫസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞതിന് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കാം. നമ്മൾ പരിചയപ്പെട്ടുള്ള ഗ്രേ മാറ്റർ, യെസ് ദിസ് ഈസ് യുവർ വൈറ്റ് മാറ്റർ, ദിസ് ഈസ് യുവർ ഗ്രേ മാറ്റർ ആൻഡ് ദിസ് ഈസ് യുവർ ബ്രെയിൻ, അല്ലെങ്കിൽ എൻ്റെ ബ്രെയിൻ. സോ ആയിക്കോട്ടെ. സോ ഇഫ് ഐ എം ബേസിക്കലി സ്പെൻഡിങ് മോർ ആൻഡ് എമൗണ്ട് ഓഫ് ടൈം ക്രോണിക് എക്സ്പോഷർ നമ്മളിങ്ങനെ ഡൂം സ്ക്രോളിങ് അടിച്ചടിച്ചുകൊണ്ടിരിക്കും. ഫസ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയതാണ്, ഈ ഗ്രേ മാറ്റർ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, കമ്മിയായി വളരെ ചില്ലറായിട്ട് മാറും ഇതുപോലെ. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇമാജിൻ ഒരു ക്ലാസ് റൂം അല്ലെങ്കിൽ ഒരു സ്കൂളിൽ നമുക്കറിയാം ബെല്ലടിക്കാൻ ഒരാൾ, പിന്നെ നമുക്കറിയാം ടീച്ചിങ്, അത് പല സബ്ജക്റ്റുകൾ ടീച്ച് ചെയ്യാൻ പല ഡിഫറൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അസൈൻമെൻ്റ് ഒക്കെ കൊടുക്കാൻ ഒരാൾ, ടൈം ടേബിൾ കൊടുക്കാൻ വേറൊരാളിനെ നമ്മൾ കറക്റ്റായി നിയോഗിച്ചിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എവറിത്തിങ് ഈസ് സ്മൂത്ത്. പക്ഷേ ഇഫ് ദർ ഈസ് സ്റ്റാഫ് ഷോർട്ടേജ് വാട്ട് വിൽ ഹാപ്പൺ? ആകെ ഒറ്റ ആൾക്കാർ എല്ലാത്തിൻ്റെയും ഒരു ജോലിയാണെങ്കിൽ മാത്സ് പഠിക്കാനും അറബി പഠിപ്പിക്കാനും ഇംഗ്ലീഷ് പഠിപ്പിക്കാനും എല്ലാത്തിനും ഒരാൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരവസ്ഥ, ബെല്ലടിക്കാനും അസൈൻമെൻറ്റ് കൊടുക്കാനും ടൈം ടേബിൾ ഉണ്ടാക്കാനും എല്ലാറ്റിനും ആകെ കൺഫ്യൂസ് ആയിക്കൊണ്ട് ഇടങ്ങേറായിക്കൊണ്ട് ഒരു യെസ് സെയിം തിങ് വളരെ കുറച്ച് ഇത്രയും പോകുന്ന ഒരു ഗ്രേ മാറ്റർ കൊണ്ട് ലാർജ് എനോർമസ് എമൗണ്ട് ഓഫ് ഫങ്ഷൻസ് നമുക്ക് അനലൈസ് ചെയ്യണം, ക്രിട്ടിക്കലി തിങ്ക് ചെയ്യണം, ലോജിക്കലി കറക്റ്റ് ചെയ്യണം, എവറിത്തിങ്. അത് നമ്മൾ ചെയ്യുന്ന ഏത് പ്രോസസ്സ് ചെയ്യുമ്പോഴും യെസ് ഇൻബിൽഡായിട്ട് നമുക്കതിൻ്റെ ഒരു ആവശ്യകത ഉണ്ടാകുമ്പോൾ കോംപ്ലക്സ് ആയിട്ട് ലൈക്ക് പഠനം എന്ന് പോലുള്ള ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഒരുപാട് ഉണ്ടാവേണ്ട ഒരു സമയത്തൊക്കെ ഇത്തരത്തിലൊന്നും ഉണ്ടാക്കാൻ പറ്റാതെ, ബിക്കോസ് ലിറ്ററലി നമ്മൾ ലോജിക്ക് നമുക്ക് നോക്കുമ്പോൾ തന്നെ വളരെ കുറച്ച് ഗ്രേ മാറ്റർ ഉള്ളൂ. അത് കുറച്ചധികം ഗ്രേ മാറ്റർ ഉണ്ടാകുമ്പോൾ നമുക്കിതെല്ലാം സ്മൂത്തായിട്ട് ചെയ്തു പോകാനായിട്ട് പറ്റുന്നത്. പക്ഷേ അതിൻ്റെ ഒരു സംഭവം കമ്മിയായി കഴിയുമ്പോൾ നമുക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഡാമേജിങ് എഫക്റ്റാണ് നമുക്ക് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്നത്, നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്നത്. ഗ്രേ മാറ്റർ നോക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കിടക്കുന്ന വൈറ്റ് മാറ്റർ അല്ലെങ്കിൽ മൊത്തം ഒരു കോട്ടക്സിന് അസ്യൂം ചെയ്യുക. കോട്ടക്സ് എന്ന് പറയുമ്പോൾ ലൈക്ക് യെസ് ഈ പോർഷൻ ഓഫ് ദ ബ്രെയിൻ, ഇതാണ് നമ്മുടെ മേജർ പോർഷൻ ഇതിനാണ് നമുക്ക് ഇതിൻ്റെ കുറേ പാർട്സ് ആയിട്ട് നമുക്ക് പറയാം. ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ടുള്ള പാർട്ടാണ് നമുക്ക് ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ, നമുക്ക് ബുദ്ധി വികാസത്തിനും അതുപോലെ ചിന്താശക്തിയൊക്കെ ഒരുപാട് സ്ഥാനങ്ങളുള്ള കുറേ സെൻറ്റേഴ്സ് നമ്മുടെ ബ്രെയിനിലുണ്ട്. അപ്പോൾ ലോജിക്കലി തിങ്ക് ചെയ്യാനുള്ള അറ്റൻഷനും വേറെ സെൻറ്റർ, അപ്പോൾ ആ ടിപ്പിക്കലായിട്ടുള്ള സെൻറ്റേഴ്സ് എല്ലാം കിടക്കുന്ന നമ്മുടെ കോട്ടക്സ്. ഇതിൻ്റെ സൈസ് കമ്മിയാവും, ഇതിന് നമ്മൾ അട്രോഫി എന്ന്. അപ്പോൾ ഈ കോർട്ടിക്കൽ അട്രോഫി ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ മെയിനായിട്ട് പറ്റുകയെന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് അസ്യൂം സാധാരണ ഇപ്പോൾ ഒരു ബൈക്ക്, ആ ബൈക്ക് നമ്മുടെ വീട്ടിന് മുറ്റത്ത് അതൊരു 2 കൊല്ലം അങ്ങനെ നമ്മൾ ഉപയോഗിക്കാണ്ട് കിടന്ന് ആകെ പൊടിയും പിടിച്ച് ഫുള്ള് ചെതലൊക്കെ പിടിക്കാൻ തുരുമ്പൊക്കെ പിടിച്ച് അങ്ങനെ വരുന്ന ഒരവസ്ഥ കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊരവസ്ഥ എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ആ ബൈക്ക് എടുത്ത് എവിടേക്കെങ്കിലും നമുക്ക് പോകേണ്ട അർജൻറ്റായിട്ട് നമുക്കൊരു മീറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ വീട്ടിൽ വേറെ വാഹനങ്ങളൊക്കെ ബിസി ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ, ഇത് നമുക്ക് എടുക്കണം പറഞ്ഞാൽ പറ്റുമോ? ഡെഫിനറ്റ്ലി എന്തായാലും നമുക്ക് പറ്റില്ല എന്നുള്ളത് തീർച്ചയായും. എന്നതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ അത് ഉപയോഗിച്ച് നമ്മൾ അതിന് എന്ത് ചെയ്യണം, മോസ്റ്റ് ഫ്ലെക്സിബിൾ ആയി നമുക്ക് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് ഫ്രം അവർ ഗോഡ് ഈസ് ദാറ്റ് യെസ് we have the ability to connect and make new circuits in our brain, that is neuroplasticity.
അപ്പോൾ അത് മുഖേന നമുക്ക് ഒരുപാട് ചിന്തിക്കാനും നമ്മുടെ ചിന്തകളൊക്കെ വികസിപ്പിച്ച് പല മേഖലകളിലേക്ക് എത്തിക്കാനുള്ള ഒരു എബിലിറ്റി ആൻഡ് അതിനെയൊക്കെ സ്റ്റോർ ചെയ്ത് മെമ്മറിയൊക്കെ നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗിക്കാനും മെമ്മറി റിട്ടൻഷൻ അങ്ങനത്തെ പല കഴിവുകളും നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുമ്പോൾ അതിന് നമ്മളെ യൂസ് ചെയ്ത് അതിനെ എക്സ്പാൻഡ് ചെയ്യേണ്ടത് ഇറ്റ് ഈസ് ആക്ച്വലി അവർ ഡ്യൂട്ടി. ആൻഡ് ഇഫ് വി ആർ നോട്ട് ഡൂയിങ് ദാറ്റ് ബൈ ജസ്റ്റ് സ്ക്രോളിങ് ആൻഡ് മേക്കിംഗ് ഇൻസ്റ്റൻറ്റ് പ്ലഷേഴ്സ്, അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള പ്ലഷേഴ്സ് നമ്മളിങ്ങനെ ഉണ്ടാക്കി ജങ്കായിട്ടുള്ള ഡിജിറ്റൽ കണ്ടൻസ് ഇങ്ങനെ എടുത്ത് ബ്രെയിനിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വി ആർ ലിറ്ററലി നോട്ട് യൂസിങ് അവർ ദാറ്റ് മെൻ്റൽ എബിലിറ്റീസ്. ആൻഡ് മെൻ്റൽ എബിലിറ്റി ഉപയോഗിച്ചില്ലെങ്കിൽ നേരത്തെ തുരുമ്പിടിച്ച അതേ അവസ്ഥ എന്ത് സംഭവിക്കും, ആവശ്യമുള്ള സമയത്ത് വെൻ ദർ ഈസ് ആക്ച്വലി എക്സാം ഓർ വെൻ ദർ ഈസ് ക്രിട്ടിക്കൽ കണ്ടീഷൻസ് ഓഫ് ലൈഫ് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ വിൽ ബി നംഡ് ഔട്ട്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും എടുക്കാൻ പറ്റാതാവുകയും നമ്മൾ പരാജയം അല്ലാതെ ലിറ്ററലി നമ്മൾ അവിടേക്ക് എത്തേണ്ട ഒരവസ്ഥ വരും എത്തും. അപ്പോൾ ഗ്രേ മാറ്ററും പ്രശ്നവും കോർട്ടിക്കൽ അട്രോഫി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കഥ ഏകദേശം ഓൾമോസ്റ്റ് തീരുമാനമായിട്ടുണ്ട്. പക്ഷേ ഇത് മാത്രം കൊണ്ട് ഈ സംഭവങ്ങൾ നിർത്തുന്നില്ല. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ ഓൺലൈൻ കണ്ടൻസ് ഈ ഷോർട്ട് ഇൻസ്റ്റൻറ്റേനിയസ് പ്ലഷേഴ്സ് കിട്ടുന്ന കണ്ടൻസ് നമ്മൾ അടിച്ചടിച്ച് നമ്മളെ ബ്രെയിനെ റോട്ടാക്കുന്നത് എങ്ങനെയും കൂടിയാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ കുട്ടീസ് അവർക്ക് ഈ സംഭവങ്ങളിൽ കൂടി നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം സ്റ്റാർട്ടിങ് ക്രിട്ടിക്കൽ പീരിയഡ് എന്ന് പറയും. അതിൻ്റെ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഒരു കംപ്ലീറ്റ് ആ ഒരു ചെറിയ ചൈൽഡ് ആ ഒരു 3 വയസ്സ് എത്തുന്നത് വരെയുള്ളൊരു പ്രായം ഫ്രം ബർത്ത്, ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ആ ഒരു ഇനീഷ്യൽ പീരീഡ് അവിടെ ഉണ്ടാകുന്ന എക്സ്പോഷറും കാര്യങ്ങളും അവർക്ക് കാലാകാലം എന്ത് ചെയ്യും അവന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സംഭവം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ലാംഗ്വേജ് കോംപ്രഹെൻഷനുമായി ബന്ധപ്പെട്ട് 3 വയസ്സ് വരെ അവർക്ക് കിട്ടുന്ന ആ ഒരു ലാംഗ്വേജിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഫ്രം ദെയർ പാരൻസ് ആൻഡ് ഫ്രം ദെയർ സൊസൈറ്റി ഫ്രം ദെയർ എൻവയോൺമെൻറ്റ് അത് അവർക്ക് അപ്പോൾ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് അവർക്ക് എക്സ്പോസ്ഡ് ആയിട്ടില്ലെങ്കിൽ പിന്നെ അവർക്ക് ജീവിതകാലം മുഴുവൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും അവർക്ക് ജീവിക്കാൻ. ബിക്കോസ് ലാംഗ്വേജ് അവർക്ക് നേർച്ചോനെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ. ലാംഗ്വേജ് നമ്മളിങ്ങനെ സംസാരിക്കണമെങ്കിൽ ഓരോ വേർഡ് ബൈ വേർഡ് കറക്റ്റ് നമ്മൾ സീക്വൻഷ്യലി കോംപ്രഹെൻഡ് ചെയ്യണം. അതിൻ്റെ ഒരു എബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന കറക്റ്റ് കട്ട് എക്സ്പോഷറാണ്. ആ സമയത്ത് നമ്മൾ ഗിവിങ് ദീസ് ചിൽഡ്രൻസ് ദീസ് സ്റ്റഫ് ആൻഡ് മേക്കിംഗ് ദം ഒരു സ്പൂൺ ഫീഡ് ചെയ്യുന്നത് പോലെ ഈ സംഭവം കൊടുത്തുകൊണ്ട് വായിലേക്ക് കംപ്ലീറ്റ് മെല്ലെ ഹാ ഹീ ഹൂ ഹാ എന്നും എന്നൊക്കെ പോലുള്ള കണ്ടൻസുകൾ ഒരാവശ്യമില്ലാതെ കുറേ ജസ്റ്റ് മ്യൂസിക് മാത്രമുള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്ത് ആകെ അവരുടെ പൂർ ഹാബിറ്റ്സ് ഒരു വാല്യൂ ഇല്ലാത്ത സംഭവങ്ങൾ ഇങ്ങനെ കൊടുത്തുണ്ടാക്കി കഴിയുമ്പോൾ ഏതുപോലെ ആവുമെന്ന് വെച്ച് കഴിയുമ്പോൾ ഈ ചിൽഡ്രൻസിൻ്റെ സാധാരണ പറയാറ് നമ്മൾ സിമെൻ്റ് ഉണ്ടല്ലോ, സിമെൻറ്റിൻ്റെ അവസ്ഥ നമുക്കറിയാം. അതിൽ വളരെ വെറ്റ് സിമെൻറ്റിൻ്റെ അവസ്ഥ എന്താ, നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു ജസ്റ്റ് അതിൻ്റെ മേലെ കാല് വെച്ച് കഴിഞ്ഞാൽ കാൽപ്പാദം ഉണ്ടാവും അല്ലേ. പിന്നെ അത് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മായ്ക്കാൻ പറ്റുമോ ഇല്ല. നമ്മളതിൻ്റെ മേലെ കയറി ഇരുന്ന് കഴിഞ്ഞ് തുടച്ച് കഴിഞ്ഞാലും അത് നോ ചേഞ്ച്, മഴ പെയ്താലും നോ ചേഞ്ച് എന്നതൊക്കെ പോലെ നമ്മുടെ കുട്ടികളുടെ മൈൻഡ് സെറ്റായി കഴിഞ്ഞാൽ ആ പ്രായത്ത് വെറ്റായിട്ടുള്ള സാധനം അത് പിന്നെ ഡ്രൈ ആയി കഴിഞ്ഞാൽ അവരുടെ പീരീഡ് അവർ വലുതായി കഴിയുന്ന സമയത്ത് അത് പെർമനൻ്റായി മാറുകയാണ്. അവിടെ നമ്മളെ ഒരുപാട് കോൺസ്റ്റൻ്റ് എക്സ്പോഷർ ഉണ്ടായി കൊടുക്കുമ്പോൾ പിന്നെ അത് മാറ്റാൻ ഭയങ്കര പ്രയാസമായിരിക്കും നമുക്കും അതുപോലെ അവർക്ക് തന്നെ. സോ അവരോട് ചെയ്യുന്നൊരു ദ്രോഹമായിട്ട് മാറും നമ്മൾ ഇത്തരത്തിലുള്ള കണ്ടൻസ് ഓവറായിട്ട് നമ്മൾ എക്സ്പോഷർ കൊടുത്ത് കുട്ടികൾക്ക് പരമാവധി അവരിൽ നിന്നും അകറ്റി നിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അത് നമ്മൾ മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്തരവാദികൾ പാരൻസ് തന്നെ ആയിരിക്കും എന്നുള്ളതും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ കാണുന്ന പുറത്തുനിന്ന് ഉള്ള ഇപ്പം നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റി വേഗം കണ്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോഴാകുമ്പോൾ പ്രശ്നങ്ങൾ കോട്ടക്സ് അതുപോലെ ഗ്രേ മാറ്റർ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ജനറ്റിക് ആയിട്ടുള്ള നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ അതായത് കാണാൻ പറ്റാത്ത സെൽ അതിൻ്റെ ഉള്ളിൽ തന്നെ കാണാൻ പറ്റാത്ത ന്യൂക്ലിയസ് അതിൻ്റെ ഉള്ളിൽ തന്നെ കാണാൻ പറ്റാത്ത DNA അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നൊരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റ് ജീൻസ് ഇതിന് വരെ നമ്മൾ ഈ കോൺസ്റ്റൻറ്റ് എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് ആസ് എപ്പിജനറ്റിക് മോഡിഫിക്കേഷൻസ് ഉണ്ടാവും എന്ന് വരെ സ്റ്റഡീസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജീൻസ് അത്രത്തോളം നമുക്ക് ഡൈജസ്റ്റബിൾ ആയിട്ടുള്ളൊരു ഒരു നാമങ്ങൾ യുവർ മജീദ് എന്നോ കോയ എന്നോ ജോസഫ് എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മേരി എന്നോ അങ്ങനത്തെ പേര് ആയിരിക്കണം എന്നില്ലെങ്കിലും ബട്ട് സ്റ്റിൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദീസ് തിങ്സ്. വി ഹാവ് NR3C1 ജീൻ, SLC6A4 ആൻഡ് യു ഹാവ് DAT1. ഈ 3 ജീൻസ് എന്തൊക്കെയാണ് മെയിൻ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഈ 3 ജീൻസിലും കുറച്ച് മാറ്റങ്ങൾ എന്ത് ചെയ്യും നമ്മുടെ ഈ ക്രോണിക് എക്സ്പോഷർ കാരണം കൊണ്ട് ഉണ്ടാവുകയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. എന്തൊക്കെയാണ് നമുക്ക് പ്രശ്നങ്ങൾ ജസ്റ്റ് നോക്കാൻ വേണമെങ്കിൽ SLC6A4 എന്നുള്ള ജീൻ ഇവനെ നമ്മൾ മെയിൽ ബോക്സിൽ നിന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററലി നമുക്കറിയാം മെയിൽ ബോക്സിൽ നമ്മൾ പോയി ലെറ്റർ ഇടുന്നു ആൻഡ് ലെറ്റർ നമ്മൾ മെയിൽ ബോക്സ് അടയ്ക്കും. പിന്നെ എന്ത് സംഭവിക്കും, പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് മാൻ വന്നിട്ട് ഈ മെയിൽ ബോക്സിൽ ലെറ്റർ എടുത്തിട്ട് എന്ത് ചെയ്യും കൊണ്ടുപോകും.
ലിറ്ററലി ഇതേപോലെ നമ്മുടെ ബ്രെയിനിൽ നിന്ന് സംഭവിക്കും. സെറട്ടോണിൻ, വി നോ ദാറ്റ് സെറട്ടോണിൻ്റെ മെയിൻ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്ന വൺ ഓഫ് ദ ജീനാണ് SLC6A4. ഈവൻ സെറട്ടോണിൻ നമുക്കറിയാലോ എന്താണ് നമ്മുടെ ഹാപ്പിനെസ് കൺട്രോൾ ചെയ്യുന്ന, ലൈക്ക് നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് സംസാരിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ്, അതുപോലെ ബേസിക്കലി നമ്മുടെ പാരൻസുമായിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ സെറട്ടോണിൻ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിക്കുള്ളൊരു ഹാപ്പിനെസ്, ഒരു ബോണ്ടിങ്, ലൈക്ക് ഒരു ഇമോഷണൽ ബോണ്ടിങ് നമുക്ക് ഉണ്ടാകുന്നത് ഈ ഒരു സമയത്ത്. പക്ഷേ ഈ ജീൻ SLC6A4 നമ്മളിങ്ങനെ ക്രോണിക് എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ ഇവന്മാരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, ചെറിയ മോഡിഫിക്കേഷൻസ് ഉണ്ടാകും, എപ്പിജനറ്റിക് മോഡിഫിക്കേഷൻസ് SLC6A4. അപ്പോൾ അവിടെ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഈ മെയിൽ ബോക്സിൽ സെറട്ടോണിൻ എന്ത് ചെയ്യണം, കയറണം. നമ്മുടെ ബോഡി സെറട്ടോണിൻ ട്രാൻസ്പോർട്ടറായിട്ട് നമ്മൾ ഇവനെ കാണുന്നത് സെറട്ടോണിനെ കൊണ്ടുപോകാനും വേറെ ഭാഗത്തേക്ക് എത്തിക്കാനും അതുപോലെ റീസൈക്കിൾ ചെയ്യാനും. സെറട്ടോണിൻ നമുക്ക് പിന്നെയും ഉപയോഗിക്കണമല്ലോ, പഴയ നമുക്ക് വീണ്ടും ഹാപ്പിനെസ് ആണ്. അപ്പോൾ അതിന് റീസൈക്കിൾ എന്നുള്ള മെത്തേഡ് അത് നേരെ ചോനെ നടക്കണമെങ്കിൽ ഈ സംഭവം ഈ ചങ്ങാതി വേണം. SLC6A4 എന്നുള്ള ജീൻ കോഡ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടർ നമുക്ക് വേണം. അവിടെ സംഭവിക്കാൻ പോകുന്നത് അതിന് വല്ല പ്രശ്നം ആയി കഴിഞ്ഞാലോ, സെറട്ടോണിൻ നേരത്തെ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് സംഭവിക്കും, ഹാപ്പിനെസ് നേരത്തെ ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ആക്ച്വലി കോൾഡ് ഡിപ്രഷൻ. വി ആർ ഗോയിങ് ടു ഡിപ്രഷൻ, വി ആർ ഗോയിങ് ടു കംപ്ലീറ്റ്ലി ഓഫ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തും. എന്ത് വന്നാലും ആ മൂഡിലേക്ക് നമുക്ക് ബേസിക്കലി വി ആർ നോട്ട് ഗെറ്റിംഗ് അട്രാക്റ്റഡ് ബൈ ഓർ ഗെറ്റിംഗ് ഇമോഷണലി ബൗണ്ട് വിത്ത് എനി ഓഫ് ദ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ തന്നെ ആലോചിക്കാം. കമ്മിങ് ടു ദ സെക്കൻഡ് ജീൻ, വി ഹാവ് DAT1 ജീൻ. ദിസ് ഈസ് ദി ഗാർബേജ് ട്രക്ക് ഓഫ് അവർ ബ്രെയിൻ എന്നൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെ ആലോചിക്കാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ, കൺസിഡർ എ സിറ്റി, വളരെ ബിസി ആയിട്ടുള്ളൊരു സിറ്റി. ആ ബിസി സിറ്റിയിൽ നമുക്ക് ഒരുപാട് വേസ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് നാച്ചുറലി, അല്ലേ, ഓരോ വീട്ടിൽ നിന്നും. അതിനിതെല്ലാം എടുത്തു കൊണ്ടുപോകുന്ന ഒരു ഗാർബേജ് ട്രക്കാണ് നമ്മുടെ DAT1 എന്നുള്ള ജീൻ. നമ്മുടെ ബ്രെയിനിൽ ചെയ്യുന്ന പണി സംവാട്ട് സിമിലറാണ്. അപ്പോൾ വൺ ഡേ എന്ന് സംഭവിച്ചു, ഗാർബേജ് ട്രക്ക് വന്നില്ല, കുറച്ച് വേസ്റ്റ് അക്യുമുലേറ്റ് ആയി, 2-3 ദിവസം കണ്ടിന്യൂസ് വന്നില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു, എഗെയിൻ അക്യുമുലേഷൻ അങ്ങനെ ആകെ ഒരു മാസം വന്നില്ലെങ്കിൽ ആകെ അക്യുമുലേറ്റ് ആയി നാറി ആ സിറ്റി കംപ്ലീറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി, ആകെ വേവലാതിപ്പെട്ട് ഓടാൻ തുടങ്ങൂലേ. എന്നതുപോലെ അവർ ബ്രെയിൻസ് ഗാർബേജ് ഓൾഡ് ഡോപ്പമീൻ റീസൈക്കിൾ അല്ലെങ്കിൽ കംപ്ലീറ്റ് മാറ്റി ന്യൂ ഡോപ്പമീൻസിനെ കൊണ്ടുവരാം. അപ്പോൾ ഓൾഡ് ഡോപ്പമീനെ ഈ എടുത്ത് മാറ്റുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ DAT1 ജീൻ മുഖേന നമുക്ക് നമ്മുടെ ബ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവത്തിന് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആകെ ഇടങ്ങാറായില്ലേ. പിന്നെ ഓൾഡ് അക്യുമുലേറ്റ് അടിച്ചുകൊണ്ടിരുന്നു, അവിടെ പിന്നെ ഉണ്ടാകുന്ന സിനാപ്റ്റിക് കണക്ഷൻസൊക്കെ നമുക്ക് ആലോചിക്കുന്നതുള്ളൂ. എന്ത് സംഭവിക്കും, ഈ ജസ്റ്റ് സിനാപ്സ് ഇങ്ങനെ കണക്ട് ചെയ്യണമെങ്കിൽ സിനാപ്സ് എന്ത് സംഭവിക്കും, ഇതിലേക്കാണ് പോകേണ്ട സിനാപ്സ് നേരെ മാറി വേറൊരു ഭാഗത്തേക്ക് പോകും. ലിറ്ററലി കുറച്ചുകൂടെ മനസ്സിലാവുന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ നല്ല ചൂടുള്ള ഒരു ചീഞ്ചട്ടി, അത് നമ്മൾ പെട്ടെന്ന് എടുത്തിട്ട് കഴുകാൻ വേണ്ടി എന്ത് ചെയ്യുക, ലൈക്ക് വെള്ളമുള്ള നമ്മുടെ കൊട്ടത്തളം സിങ്കിലേക്കാണ് കൊണ്ടിടുന്നതെങ്കിൽ അത് അതിന് പകരം നേരെ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ. അല്ലെങ്കിൽ ലിറ്ററലി ഒരു ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരു പാത്രം അതിന് നേരെ എടുത്ത് റോട്ടിൽ കൊണ്ടുവച്ചാൽ എങ്ങനെ ഉണ്ടാവും. അത്തരത്തിലുള്ള മിസ്കണക്ഷൻസ് എന്ത് ചെയ്യും, നമ്മുടെ സിനാപ്സിൽ ഉണ്ടാവാനുള്ള ചാൻസ് നല്ലതായിട്ട് കൂടും. അത്തരത്തിലുള്ള എപ്പിജനറ്റിക് മോഡിഫിക്കേഷൻ DAT1 ജീനിൽ മാത്രം ഉണ്ടായി കഴിയുമ്പോൾ. So finally we have one more gene. This is very interesting. That is your NR3C1. ഇവൻ മെയിനായിട്ട് ഇവൻ്റെ പണി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസ്, ഒരു പക്ഷേ നമ്മൾ സ്ട്രെസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആയിട്ട് നമ്മൾ കരുതുന്നതും അതുപോലെ നമ്മുടെ ബോഡിക്ക് കരുതുന്ന കുറച്ച് സ്ട്രെസ്ഫുൾ കണ്ടീഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്രോണിക് നമ്മളിപ്പോൾ ഈ സ്ക്രീൻ ടൈമിൽ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് നമ്മൾ ഒരുപാട് റീൽസും ഷോർട്സും അല്ലെങ്കിൽ ഗെയിമോ കളിക്കുന്ന സമയത്ത് ക്രോണിക് എക്സ്പോഷർ ആണെങ്കിൽ അത് ആക്ച്വലി ഒരു സ്ട്രെസ്സായിട്ട് നമ്മുടെ ബോഡി സെൻസ് ചെയ്തിട്ട് സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യും. അപ്പോൾ അവിടെ കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന സമയത്ത് ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ കോർട്ടിസോൾ പോലുള്ള ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ പോയി ആക്ട് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് ഉണ്ട്. വിച്ച് മീൻസ് ഒരു സംഭവം ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ റിസപ്റ്റർ, ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വാതിലൂടെ ആണല്ലോ എന്ത് സംഭവിക്കുന്നത്, നമ്മൾ ഒരു റൂമിലേക്ക് കയറുന്നത്. അപ്പോൾ വാതിലവിടെ അടച്ച് ബ്ലോക്കായി കിടക്കാൻ നമുക്ക് കയറാൻ പറ്റും ഇല്ല. എന്നതുപോലെ ഈ കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺസ് അവർക്കൊരു റിസപ്റ്റർ ആവശ്യമുണ്ട്. ആൻഡ് ദാറ്റ് റിസപ്റ്റർ ഈസ് ആക്ച്വലി കോൾഡ് ആസ് റിസപ്റ്ററിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ നമ്മുടെ NR3C1. അപ്പോൾ ഇവൻ്റെ എക്സ്പ്രഷൻ കമ്മിയാകുമ്പോൾ, വിച്ച് മീൻസ് ലിറ്ററലി അവൻ്റെ ജനറ്റിക് ഈ മോഡിഫിക്കേഷൻസ് നമ്മൾ ഈ കാണുന്ന സ്ക്രീൻ എക്സ്പോഷർ കാരണം കൊണ്ട് ഒരുപാട് ഉണ്ടാകുമ്പോൾ കോർട്ടിസോൾ കൂടി ഈ എക്സ്പ്രഷൻ കമ്മിയാകുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അവിടെ കോർട്ടിസോൾ നേരച്ചോനെ ആക്ട് ചെയ്യുന്നത് ദേ ആർ കോൾഡ് ദി സ്ട്രെസ് ഹോർമോൺസ് ഇറ്റ്സെൽഫ്. അപ്പോൾ ഈ സ്ട്രെസ് ഹോർമോൺസ് വന്ന് നമ്മുടെ ബോഡിയിൽ നേരച്ചോനെ ഈ വാതിലൊക്കെ തുറന്ന്, അതായത് ഈ റിസപ്റ്റേഴ്സ് വഴി നമ്മുടെ ബോഡിയിൽ, ഞാൻ വാതിൽ നിന്ന് ഉദ്ദേശിച്ചത് ഈ റിസപ്റ്റേഴ്സിനെയാണ് കേട്ടോ, അങ്ങനെ ഉപയോഗിച്ച് കറക്റ്റ് എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം, ആക്ട് ചെയ്ത് ഒരു എഫക്റ്റ് ഉണ്ടാവണം. സ്ട്രെസ് ഹോർമോൺസ് എഫക്റ്റ് ഉണ്ടാകുമ്പോഴേ നമ്മുടെ സ്ട്രെസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമ്മുടെ ബോഡിക്ക്. സോ വാട്ട് ഹാപ്പൻസ് ഇഫ് ദർ ഈസ് നോ സ്ട്രെസ് റെസ്പോൺസ്? അതെങ്ങനെ ഉണ്ടാകുന്നത്, കോർട്ടിസോൾ റിലീസായി പക്ഷേ കോർട്ടിസോളിനെ ആക്ട് ചെയ്യേണ്ട റിസപ്റ്റർ ഇവിടെ ബ്ലോക്കായി കിടക്കുകയാണ് ബിക്കോസ് ഓഫ് ഡിക്രീസ്ഡ് എക്സ്പ്രഷൻ ഓഫ് യുവർ NR3C1 ജീൻ.
അപ്പോൾ ആ ജീന് പ്രശ്നം ഉണ്ടാക്കാൻ കാരണം ആയത് എന്താ, നമ്മുടെ ക്രോണിക് എക്സ്പോഷർ ഓഫ് ഇത്തരത്തിലുള്ള ഷോർട്സും കണ്ടൻസും ആയിട്ട് അങ്ങനെയാണ് നമ്മുടെ സ്റ്റഡീസ് പറഞ്ഞിരുന്നത്. സോ അപ്പം എന്ത് സംഭവിക്കുന്നത്, നമുക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാം, അതിനെ മാനേജ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടും പോയിക്കൊണ്ടിരിക്കും. അതാണ് നമുക്ക് ആവശ്യം ഉണ്ടാകുന്ന സമയത്തേക്ക് ഒന്നും ഉപയോഗപ്പെടാത്തൊരവസ്ഥയായിട്ടാണ് ലിറ്ററലി നമ്മളിപ്പോൾ പറഞ്ഞ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത SL-C6A4 ആയിക്കഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾ NR3C1 ജീൻ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ബേസിക് പാറ്റേൺ കാണാൻ പറ്റുന്നത്. ഇതൊക്കെ മെഡിക്കലി ഭയങ്കര റെലവൻ്റ് ആയിട്ട് സ്റ്റഡീസ് നമുക്ക് കാണിച്ചു തരുന്ന ടിപ്പിക്കൽ സാധനങ്ങളാണ്. ഇതിൽ നമ്മൾ ആദ്യം പഠിച്ച ഇപ്പോൾ കോർട്ടിക്കൽ അട്രോഫി അല്ലേ, അതായത് ആ വൈറ്റ് മാറ്ററിൻ്റെ അല്ലെങ്കിൽ ഗ്രേ മാറ്റർ ആയിക്കോട്ടെ. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് മനസ്സിലായി കുട്ടികൾക്ക് ഈ സംഭവം കൊടുക്കണവരെ കൊണ്ട് പ്രശ്നമായിക്കോട്ടെ, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് റെലവൻ്റ് ആയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിനെങ്ങനെയെങ്കിലും നമ്മൾ ഇതിലകപ്പെട്ട് പോയ ആൾക്കാർ, നമ്മളുൾപ്പെടെ ഞാനുൾപ്പെടെ നിങ്ങളുൾപ്പെടെ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റിക്കവർ ചെയ്യാൻ ഡെഫിനറ്റ്ലി ഇഫ് ദർ ഇസ് എ പ്രോബ്ലം ദർ ഇസ് എ സൊല്യൂഷൻ അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഹൗ ടു ടാക്കിൾ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട സംഭവമാണ്. തീർച്ചയായിട്ടും നമ്മൾ അടുത്ത തവണ നമ്മൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക തന്നെ ചെയ്യണം ഇൻഷാ അല്ലാഹ്. സോ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ജസാക്കുമുല്ലാഹ് ഖൈർ. സ്റ്റേ ട്യൂൺഡ്.